ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ പ്ലസ് ടു പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 50 സാധ്യതാ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ PSC ഈയിടെയായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള കറണ്ട് അഫയേഴ്സ് കൂടി ഉൾപ്പെടുത്തിയുള്ള 50 സാധ്യതാ ചോദ്യങ്ങളാണ്. പരമാവധി പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഉണ്ട്, അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് എന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏത്? 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ബർമിംഗ്ഹാമിലാണ്. ബർമിംഗ്ഹാം. വിക്കിപീഡിയയിലുള്ള ആദ്യത്തെ ഇന്ത്യൻ ഗോത്രവർഗ ഭാഷ ഏത്? വിക്കിപീഡിയയിലുള്ള ആദ്യത്തെ ഇന്ത്യൻ ഗോത്രവർഗ ഭാഷയാണ് സന്താലി ഭാഷ. സന്താലി. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന നേടിയ ക്രിക്കറ്റ് താരം ആര്? 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന നേടിയ ക്രിക്കറ്റ് താരം മിതാലി രാജ് ആണ്. മിതാലി രാജ്. 2021 2020 ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2021 2020 ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. മഹാരാഷ്ട്രയ്ക്കും പശ്ചിമ ബംഗാളിനും ശേഷം അടുത്തിടെ ജൂതമതക്കാർക്ക് ന്യൂനപക്ഷ പദവി അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പൊ മഹാരാഷ്ട്രയ്ക്കും പശ്ചിമ ബംഗാളിനും ശേഷം അടുത്തിടെ ജൂതമതക്കാർക്ക് ന്യൂനപക്ഷ പദവി അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ 2020 താൻസൻ സമ്മാനം നേടിയത് ആര്? പണ്ഡിറ്റ് സതീഷ് വ്യാസിനാണ് 2020 താൻസൻ സമ്മാനം ലഭിച്ചത്. മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് താൻസൻ സമ്മാനം. 2022 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന നഗരം ഏതാണ്? ഹാങ്ഷു, ചൈന. ഹാങ്ഷു, ചൈനയിലെ ഹാങ്ഷു നഗരത്തിൽ വെച്ചാണ് 2022 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2023 ക്രിക്കറ്റ് ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2023 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. 2023 സൗത്ത് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ലാഹോറിലാണ് 2023 സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഖത്തറാണ്. കാലക്രമത്തിൽ ആക്കുക. ഇവിടെ തന്നിരിക്കുന്നത് NSS, SNDP, സാധുജന പരിപാലന യോഗം, സഹോദര സംഘം. അപ്പൊ ഇതിനെ കാലഗണനാ ക്രമത്തിലാക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം SNDP യോഗമാണ്. SNDP യോഗം ഫോം ചെയ്ത വർഷം 1903 മെയ് മാസം 15. രണ്ടാമത് സാധുജന പരിപാലന യോഗം ഫോം ചെയ്ത വർഷം 1907. മൂന്നാമത് NSS 1914. സഹോദര സംഘം 1917. ഇങ്ങനെയാണ് കാലഗണനാക്രമത്തിലാക്കുന്നത്. ഇവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത് ഏത്? സമപന്തി ഭോജനമാണ് വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പന്തി ഭോജനം തൈക്കാട് അയ്യ. സാധുജന ദൂതൻ മാസിക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടതാണ് സാധുജന ദൂതൻ എന്ന മാസിക. ഇവയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെ? 2 തന്നിട്ടുണ്ട്. അക്കാമാചെറിയാന്റെ രാജധാനി മാർച്ചും നെയ്യാറ്റിൻകര വെടിവെപ്പും. ഇത് രണ്ടും ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്കാമാചെറിയാന്റെ രാജധാനി മാർച്ച് 1938, നെയ്യാറ്റിൻകര വെടിവെപ്പ് 1938 ഓഗസ്റ്റ് 31 7 രക്തസാക്ഷികളെ സൃഷ്ടിച്ച തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന ഏടുകളിൽ ഒന്നാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. അപ്പൊ ഈ നെയ്യാറ്റിൻകര വെടിവെപ്പ് നടക്കാനുള്ള കാരണം എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് NK പത്മനാഭ പിള്ളയെ നെയ്യാറ്റിൻകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ ബാക്കിയായിട്ട് ഉയർന്ന പ്രക്ഷോഭമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ഇത് രണ്ടും ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ച കോൺഗ്രസ് നേതാവാണ് കെ മാധവൻ നായർ. ആ പ്രസ്താവന ശരിയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാനാണ്. ശരിയാണ്. വാഗൻ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ഈ 3 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ച കോൺഗ്രസ് നേതാവാണ് കെ മാധവൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാനാണ്. വാഗൻ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. 1751 ജനുവരി 3 തൃപ്പടിദാനം നടത്തി. മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം ചോരയുടെ ഇരുമ്പിന്റെ നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. 2 എന്തുകൊണ്ട് തെറ്റിപ്പോയി? 1ാം തൃപ്പടിദാനം നടത്തിയ വർഷം 1750 ജനുവരി 3 ആണ്. ഇവിടെ 51 എന്നാണ് തന്നേക്കുന്നത്. 1750 ജനുവരി 3 1ാം തൃപ്പടിദാനം നടത്തിയത്. 2ാം തൃപ്പടിദാനം നടത്തിയത് 1766 1ാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയും 2ാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയുമാണ്. അടുത്ത ചോദ്യം, അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാക്യങ്ങളാണ് ഇവ. ഏതാണ് ആ സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹമാണ്. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം സത്യാഗ്രഹം. വൈദ്യുതി പ്രവാഹത്തിന് താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതെല്ലാം? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിലുകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. ആ പ്രസ്താവന ശരിയാണ്. ഹീറ്റിംഗ് കോയിലുകൾ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിക്കൽ, ക്രോമിയം, ചെമ്പ് ഇവയുടെ സങ്കരമാണ് നിക്രോം. അത് തെറ്റാ. നിക്കൽ, അയൺ, ക്രോമിയം. നിക്കൽ, അയൺ, ക്രോമിയം ആണ്. ചെമ്പല്ല. അവിടെ വരാനുള്ളത് ഏതാണ്? അയൺ ആണ് വരാനുള്ളത്, ഇരുമ്പാണ് വരാനുള്ളത്. അപ്പോൾ ഈ 3 മാത്രം തെറ്റ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ്? ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന പ്രമുഖ നേതാവ് ആര്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന പ്രമുഖ നേതാവ് കെ കേളപ്പനാണ്. പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. കേന്ദ്ര സർക്കാരിന്റെ 2021 സദ്ഭരണ സൂചികയിൽ 1ാമതെത്തിയത് ഏത് സംസ്ഥാനം? ഗുജറാത്ത് ആണ്. കേന്ദ്ര സർക്കാരിന്റെ 2021 സദ്ഭരണ സൂചികയിൽ 1ാമതെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. ദേശീയപാത 183A NH 183A ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏതെല്ലാം? അടൂർ, വണ്ടിപ്പെരിയാർ. അടൂർ, വണ്ടിപ്പെരിയാർ എന്നീ സ്ഥലങ്ങളെയാണ് ദേശീയപാത 183A ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കെപ്പെക് ഏത് മേഖലയിലെ സ്ഥാപനമാണ്? കശുവണ്ടി മേഖലയിലെ സ്ഥാപനമാണ് കെപ്പെക് എന്നത്. CEPC ആണ്. അതായത് കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കശുവണ്ടി കയറ്റുമതി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1955 ഭാരത സർക്കാർ ആരംഭിച്ച സ്ഥാപനമാണ് കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ മുണ്ടക്കലിലാണ് ഇതിന്റെ ആസ്ഥാനം. കൊല്ലം ജില്ലയിലെ മുണ്ടക്കലിലാണ് ഇതിന്റെ ആസ്ഥാനം. കൂടാതെ കൊച്ചി, മംഗലാപുരം എന്നിവിടങ്ങളിലും ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1861 കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലത്താണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെ? തന്നിരിക്കുന്നതില് 3 എണ്ണമാണ് ശുദ്ധജല തടാകങ്ങൾ. പൂക്കോട് തടാകം, മനക്കൊടി, ഏനമാക്കൽ. പൂക്കോട്, മനക്കൊടി, ഏനമാക്കൽ എന്നിവ ശുദ്ധജല തടാകങ്ങളാണ്. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിൽ എത്തിയത് ഏത് വർഷമാണ്?
1934 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിൽ എത്തിയത്? ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്. ഡെക്കാൻ ട്രാപ്പ് മേഖലയുടെ രൂപീകരണത്തിന് കാരണമായത് അഗ്നിപർവ്വത സ്ഫോടനമാണ്. അഗ്നിപർവ്വത സ്ഫോടനമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖലയുടെ രൂപീകരണത്തിന് കാരണമായത്. അടുത്ത ചോദ്യം, മേഘങ്ങൾ വൻതോതിൽ തുടർച്ചയായി ഘനീഭവിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വർഷണം. മേഘങ്ങൾ വൻതോതിൽ തുടർച്ചയായി ഘനീഭവിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഏത്? വർഷണം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇതൊക്കെ SCERT ഉള്ളതാണ്. അക്യൂസ് ദ്രാവകത്തെയും വിട്രിയസ് ദ്രാവകത്തെയും പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അക്യൂസ് ദ്രവം രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ പ്രസ്താവന ശരിയാണ്. അക്യൂസ് ദ്രവം, അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നും രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. വിട്രിയസ് ദ്രവം, വിട്രിയസ് ഹ്യൂമർ സുതാര്യവും അർദ്ധഖരാവസ്ഥയിലുള്ളതും ചലനമില്ലാത്തതും ആകുന്നു. കുറച്ച് ജെല്ലി പോലുള്ള സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ തെറ്റായിട്ടുള്ളത് പരിസ്ഥിതി സംരക്ഷണ നിയമം 1980 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 ആണ്. ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974, വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981, പുനഃചംക്രമണ പ്ലാസ്റ്റിക് നിർമ്മാണ ഉപയോഗ ചട്ടങ്ങൾ 1999. ഓക്കെ, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഫൈക്കോ എറിത്രിൻ ഒരു വർണ്ണകമാണ്. അതിന്റെ നിറം എറിത്രിൻ, എറിത്രോസൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ റെഡ് കളറാണ്. അപ്പൊ ചുവപ്പ് നിറമാണ് ഫൈക്കോ എറിത്രിൻ എന്ന വർണ്ണകത്തിന്റെ നിറം. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയറാണ്. അപ്പോൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം, ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരു പേജ് നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കാം. സങ്കര ഇനം തെങ്ങ്, സങ്കര ഇനം വിത്തിനങ്ങൾ, അതുപോലെ ഗവേഷണ കേന്ദ്രങ്ങൾ, ഇത്രയും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നതായിരിക്കും. പഠിച്ചു വെക്കാം. അതിൽ തന്നെ ഉള്ളതാണ് അടുത്ത ചോദ്യം. പ്രിയങ്ക ഏത് വിളയുടെ സങ്കര ഇനമാണ്? പാവലാണ് പ്രിയങ്ക, പാവൽ. ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതി എങ്ങനെ അറിയപ്പെടുന്നു? തുള്ളി നന എന്നാണ് അറിയപ്പെടുന്നത്. ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളി നന. മറ്റുള്ള ജീവികളെ ആശ്രയിക്കാതെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളാണ് സ്വപോഷികൾ, ഓട്ടോട്രോപ്സ്. അതായത് ആരെയും ആശ്രയിക്കാതെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികൾ സ്വപോഷികൾ. മറ്റുള്ളവരെ ആശ്രയിച്ച് ആഹാരം തേടുന്നത് പരപോഷികൾ, ഹെറ്ററോട്രോപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. ഞാനിപ്പോൾ പറഞ്ഞ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. IISR. ഭൂമിയിൽ വിവിധ കാലങ്ങൾ മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്ത്? ഭൂമിയുടെ പരിക്രമണം മൂലമാണ് ഭൂമിയിൽ വിവിധ കാലങ്ങൾ മാറി മാറി അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണം. അറേബ്യൻ മരുഭൂമിയിലെ നിവാസികളായ ഗോത്രവർഗക്കാർ ബെഡോയിനുകളാണ്. SCERT ഫാക്റ്റ് ആണ്. അറേബ്യൻ മരുഭൂമിയിലെ നിവാസികളായ ഗോത്രവർഗക്കാർ ബെഡോയിനുകൾ. ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായി പരിഗണിക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള താപനിലയാണ്. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള താപനില. വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണങ്ങൾ ഫയർഫോക്സ്, എപ്പിഫാനി, ഗൂഗിൾ ക്രോം, എഡ്ജ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതൊക്കെ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. എപ്പിഫാനി എന്ന് പറയുന്നത് ജീനോം വെബ് ബ്രൗസർ ആണ് എപ്പിഫാനി എന്ന് പറയുന്നത്. അപ്പോൾ ഫയർഫോക്സ്, എപ്പിഫാനി, ഗൂഗിൾ ക്രോം, എഡ്ജ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എല്ലാം വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, പലതരം വിവരങ്ങൾ വിവിധ പേജുകളിലായി വിന്യസിച്ച് പരസ്പരം ബന്ധിപ്പിച്ച വെബ് പേജുകളുടെ കൂട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? വെബ്സൈറ്റുകളാണ് വെബ് പേജുകളുടെ കൂട്ടം.
അപ്പോൾ പലതരം വിവരങ്ങൾ വിവിധ പേജുകളിലായി വിന്യസിച്ച് പരസ്പരം ബന്ധിപ്പിച്ച ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബന്ധിപ്പിച്ച വെബ് പേജുകളുടെ കൂട്ടമാണ് എന്ത്? വെബ്സൈറ്റ്. ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതു ശൃംഖലയിൽ ചേർന്ന വർഷം 1995 ഓഗസ്റ്റ് മാസം 15-നാണ് ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതു ശൃംഖലയിൽ ചേർന്നത്. ദേശീയ പ്രസ്ഥാനത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെട്ട കാലയളവ് 1919 മുതൽ 1947 വരെയാണ്. SCRT ആണ്. 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെയും ഭരണാധികാരി ഏത് പേരിൽ അറിയപ്പെട്ടു? ഉസ്മാനിയ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഖലീഫ. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്? ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17-നാണ് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയതാണ്? നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി എഴുതിയ കത്താണ് ഇത്. ദണ്ഡി കടപ്പുറത്ത് നിന്നും ഒരു പിടി ഉപ്പെടുത്ത് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത്? ചോദിച്ചു ഈ ചോദ്യം. 1930 ഏപ്രിൽ മാസം 6-നാണ് ദണ്ഡി കടപ്പുറത്ത് നിന്നും ഒരു പിടി ഉപ്പെടുത്ത് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത്. 1930 ഏപ്രിൽ 6. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗായ്ഡില്യൂനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ആര് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു റാണി ഗായ്ഡില്യൂനെയാണ് നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഒറ്റ വീഡിയോ പോലും മിസ്സാകാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.